ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനാണെങ്കിൽ നമ്മുടെ തീമിനോട് അനുയോജ്യമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണത്. ഇത് എൻ്റെ ബുക്ക് ഷെൽഫല്ല, എൻ്റെ പപ്പയുടെ ബുക്ക് ഷെൽഫാണ്. ഞാൻ ഇങ്ങനെ ചുമ്മാ ക്യാമറ വെച്ച് നോക്കിയപ്പോൾ നല്ല രസമുണ്ട് ബാക്കിൽ ഇങ്ങനെ ബുക്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. സോ യെസ്, നമ്മൾ ഇന്നൊരു സ്റ്റഡി വ്ളോഗാണ് ചെയ്യാൻ പോണത്. യൂഷ്വലി ഈ സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ കാണുമ്പം നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ തോന്നാറുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു 26ാമത്തെ വയസ്സിൽ ഇങ്ങനൊരു സ്റ്റഡി വ്ളോഗ് ചെയ്യുമ്പോൾ, ആൻഡ് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ, ബട്ട് സ്റ്റിൽ ആസ് പെർ സൊസൈറ്റി റൂൾ അനുസരിച്ച് 26 എന്ന് പറയുന്നത് വളരെ നല്ലൊരു പ്രായമാണ്, വളരെ വലിയൊരു പ്രായമാണ്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ എന്താ പറയുക, പഠിക്കാൻ പറ്റും എന്ന് ഒരു ഇൻസ്പിറേഷൻ, പിന്നെ പിള്ളേരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു മോട്ടിവേഷൻ. യെസ്, അപ്പോൾ അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ എങ്ങനെയാണ് യൂഷ്വലി പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ എൻ്റെ സിലബസ് അങ്ങോട്ട് എടുക്കും. ജസ്റ്റ് ഒരു സ്റ്റഡി ടിപ്പായിട്ട് മാത്രം അതിന് എടുത്താൽ മതി. സോ ഇപ്പം കറൻ്റ്ലി ഐ ആം സ്റ്റഡിയിങ് ദിസ് ടോപ്പിക്, മെത്തേഡ്സ് ഇൻ സൈക്കോളജി. സോ മെത്തേഡ്സ് ഇൻ സൈക്കോളജിയിൽ എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ അതിൽ അണ്ടറിൽ വരുന്ന പരിപാടികളാണ് സർവേ മെത്തേഡ്, കേസ് സ്റ്റഡി മെത്തേഡ്, നാച്ചുറലിസ്റ്റിക് മെത്തേഡ്. സോ ഈ മെത്തേഡ്സിനെ പറ്റിയിട്ട്, അതായത് സിലബസിലുള്ള ആ ഒരു രീതിയിൽ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വായിച്ചിട്ട് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടും കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യും. ആൻഡ് ഈ നോട്ട്സ് ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ ഫയലിലാക്കി വെക്കും. ഓക്കെ, ഇങ്ങനെ ഫയലിലാക്കി ഞാൻ വെക്കും. സോ ഇതാണ് നമ്മുടെ ജനറൽ സൈക്കോളജിയുടെ ഫയൽ. അപ്പോൾ ഐ വിൽ പ്രിപ്പയർ നോട്ട്സ് ആൻഡ് ഇതിനകത്തേക്ക് ഞാൻ നോട്ട്സ് ഇങ്ങനെ ഇറക്കി വെക്കും. ഇതൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ട്സാണ്. ഓക്കെ, കണ്ണു വെക്കല്ലേ. വേറൊരു കാര്യമുണ്ട്, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പം ഞാൻ A4 ഷീറ്റ് യൂസ് ചെയ്യും. ഇതുപോലത്തെ കളേർഡ് ആയിട്ടുള്ള പേപ്പേഴ്സും യൂസ് ചെയ്യും. അപ്പോൾ പഠിക്കുമ്പോൾ ഒരു ഫീൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തറവായിട്ട് പഠിച്ചില്ലെങ്കിൽ നമുക്ക് ആ സബ്ജക്റ്റിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമ്മളൊരു ക്ലാസ്സിലിരിക്കുന്ന പോലത്തെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് ഡൗട്ട്സ് ഉള്ള ഏരിയാസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് വീഡിയോസും കൂടെ റെഫർ ചെയ്യും കേട്ടോ. എക്സാമിന് നമ്മൾ റിവൈസ് ചെയ്യുമല്ലോ, റിവൈസ് ചെയ്യുമ്പോൾ ഫ്രം ദ ടോപ്പ് ടു ബോട്ടം ഞാൻ ഒന്നും കൂടെ വായിക്കും. എക്സാമിൻ്റെ തലേന്ന് താഴേന്ന് മുകളിലോട്ട് വായിക്കും. ഓക്കെ, പഠിക്കുന്ന സമയത്ത്, എക്സാം അടുക്കുമ്പോൾ പഠിക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് താഴോട്ടും, എക്സാമിൻ്റെ തലേന്ന് താഴേന്ന് മുകളിലോട്ടും ഞാൻ വായിക്കും. അത് എൻ്റെ ഒരു സമാധാനത്തിന്. ഞാൻ കഴിഞ്ഞ ഒരു 6-7 കൊല്ലമായിട്ട് ഈ ഒരു രീതിയിലാണ് പഠിക്കുന്നത്. യെസ്, അഫ്കോഴ്സ് ഇത് സക്സസ്ഫുൾ ആണ്, കാരണം അതുകൊണ്ടാണല്ലോ ഞാൻ ഫാമിലി പാസ്സായത്. കൂടുതൽ വാചകമടി കുറച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സോ വെൽക്കം ടു, ഞാൻ ഷാംസിൻ്റെ വീഡിയോ, ഷസാം, യെസ്, ഷസാമിൻ്റെ വീഡിയോ ആണ് ഇങ്ങനല്ലേ. അപ്പോൾ സ്റ്റഡി വ്ളോഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
കുക്കു 5 മണിയാകുമ്പോൾ മഞ്ചേരിയിലോട്ട് പോയേ, നമുക്ക് വീട്ടിലോട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഓട്ടോയിൽ പോകാം.